വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹബീബ് മാഷേ, ഫാദർ സേവേറിയോസ്, രഹ്നത്ത. അപ്പോൾ നമ്മുടെ ജഡ്ജസ് എല്ലാം റെഡിയാണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ റൗണ്ട് തുടങ്ങണ്ടേ? വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ ഫ്യൂഷൻ ഒപ്പനയുമായി എത്തുന്നു ടീം ജന്നത്ത്. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടി എന്തിന് സുറുമയും കണ്ണിൽ. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടി എന്തിന് സുറുമയും കണ്ണിൽ. മാലകളെന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത് തൂകുന്നില്ലേ എന്നുടെ ചിരിയിൽ. മാലകളെന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത് തൂകുന്നില്ലേ എന്നുടെ ചിരിയിൽ. ജന്നത്ത് കാണുന്ന മിന്നത്ത് പെണ്ണ് നിനക്കിത് മാംഗല്യം, ഇന്നത്തെ രാവിന്റെ ശേലത്ത് വൈറ്റ് പൊങ്ങണ മംഗല്യം. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്ക് എന്തിന് സുറുമയും കണ്ണിൽ. ആരോടും മിണ്ടാതെ കള്ളപ്പരിഭവം കാണിച്ചിരിക്കല്ലേ, ആരാരും കാണാതെ തട്ടത്തിനുള്ളിൽ നീ മറവച്ചി നോക്കല്ലേ. ആരോടും മിണ്ടാതെ കള്ളപ്പരിഭവം കാണിച്ചിരിക്കല്ലേ, ആരാരും കാണാതെ തട്ടത്തിനുള്ളിൽ നീ മറവച്ചി നോക്കല്ലേ. മിനുമീനു മിനുങ്ങണമേയും മണിവള കിലുങ്ങണ കൈയും, ഇന്നല്ലോ സ്വന്തമാക്കാൻ മാപ്പിള വന്ന്. മിനുമീനു മിനുങ്ങണമേയും മണിവള കിലുങ്ങണ കൈയും, ഇന്നല്ലോ സ്വന്തമാക്കാൻ മാപ്പിള വന്ന്. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്ക് എന്തിന് സുറുമയും കണ്ണിൽ. മാലകളെന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത് തൂകുന്നില്ലേ എന്നുടെ ചിരിയിൽ. ജന്നത്ത് കാണുന്ന മിന്നത്ത് പെണ്ണ് നിനക്കിത് മാംഗല്യം, ഇന്നത്തെ രാവിന്റെ ശീലത്ത് വൈത്ത് പൊങ്ങണ മംഗല്യം. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്ക് എന്തിന് സുറുമയും കണ്ണിൽ. തനതന്ത തനതന താനോ, തനതന്ത തനതന താനോ, തനതന 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 തന്തിന്നോ. തനതന്ത തനതന താനോ, തനതന്ത തനതന താനോ, തനതന 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 തന്തിന്നോ. സ്വർണ്ണപ്പട്ടിൻ തട്ടക്കാരി പച്ചത്തത്തമ്മേ, സുന്ദരമാരൻ വന്നേ വന്നേ തന്തിന്നോ. കള്ളിപ്പെണ്ണെ കള്ളക്കണ്ണി നാണച്ചേലോടെ, സുന്ദരി നിന്നെ കണ്ടേ കണ്ടേ തന്തിന്നോ. പിന്നെ നിന്റെ കൽവിൻ കണ്ടം കൊയ്യാൻ വരുന്നാട്, ഇന്നിരാവിൻ മൊഹബത്തിൻ ഒന്നാം പേരുന്നാട്. സ്വർണ്ണപ്പട്ടിൻ തട്ടക്കാരി പച്ചത്തത്തമ്മേ, സുന്ദരമാരൻ വന്നേ വന്നേ. കള്ളിപ്പെണ്ണെ കള്ളക്കണ്ണി നാണച്ചേലോടെ, സുന്ദരിനെ കണ്ടേ കണ്ടേ. മൈലാഞ്ചി കൈ രണ്ടും വെറുതെ വീർക്കാതെ, മൈക്കണ്ണിൻ നെഞ്ചിലിന്റെ ഇളക്കം നിരത്താതെ. കൊടുക്കിൻ കേളുക്കം കൊതിപ്പിൻ തുടക്കം, കൊലുസിൻ കേളുക്കം മനസ്സിൻ തിടുക്കം. ഒളിക്കുന്നതയ്യ കളിപ്പാളു പെണ്ണേ, വിളിക്കുന്ന നേരോ മുളക്കേണ്ടതെല്ലാം പടച്ചോനേ വയ്യ, പറഞ്ഞാലും പോരാ. ഓ
ജന്നത്ത്, ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് മണവാട്ടിൻ്റെ ഈ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള ഗൗണാണ്, നല്ല കളറാണ്, എനിക്കിഷ്ടമായി. പിന്നെ നിങ്ങളുടെ ഈ കോസ്റ്റ്യൂമും ഈ തലയിൽ ഈ ഒരു കെട്ടും ഒക്കെ നല്ല രസമുണ്ട്. ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസിന്? നമ്മുടെ ബേബി ഡോൾ ഇങ്ങനെ നിൽക്കുക, എപ്പോൾ ഡാൻസ് കളിച്ചാലും നമ്മുടെ ഡോളിനെ ഇങ്ങനെ നോക്കാൻ മറക്കൂല, ഇങ്ങനെ നോക്കാൻ തോന്നും. എന്തായാലും ചോദിക്കാം, രഹ്നത്ത, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീം ജന്നത്തിൻ്റെ പെർഫോമൻസ്? എന്താ പറയാ, ഞാൻ എന്താണെന്നറിയോ, ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ആരൊക്കെ തമ്മിലായിരുന്നു മത്സരം എന്നുള്ള പോലെയായിരുന്നു. ഓർക്കസ്ട്ര ഒരു ഭാഗത്ത്, കാരണം അവരുടെ അടുത്തൊരു ടെൻഷൻ സത്യമായിട്ട്. മൂന്നാൾക്കാരും, അതായത് ഓർക്കസ്ട്ര ആയാലും പാടുന്ന മക്കളായാലും എല്ലാം കൂടി ഒത്ത് ഭംഗിയാക്കി അങ്ങോട്ട് തന്നു. സത്യം. അതൊരു ആ ടീമിൻ്റെ ഒരു എന്താ പറയുക, ഒരു എനർജിയുടെ ഫലം നമ്മൾ പറയില്ല. അപ്പോൾ ദൈവം അത് കാണും എന്ന് പറയുന്ന മാതിരി ഒരു എല്ലാവരും മുഖത്തൊരു എപ്പോഴും ഒരു നല്ലൊരു ചിരിയല്ലേ. ഇതേ നമ്മൾ ഡോളിരിക്കുന്നു. പിന്നെ കീർത്തന എന്താ, കീർത്തന എന്താ വെച്ചാൽ ആ പാട്ടുണ്ടല്ലോ, നല്ല നല്ല ശബ്ദമാണ്. അത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ പാട്ട് ഫസ്റ്റ് തന്നെ ചിത്രിച്ചിട്ട് ആ പാട്ട് അത് ഒതുക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പാട്ട് നമ്മൾ വോളിയം എല്ലാം ഉണ്ട്, പക്ഷേ മോളുടെ വോയിസ് തന്നെ ഒരു ഒതുക്കമുണ്ട്. അതുകൊണ്ട് അത് സുഖമുണ്ട് കേൾക്കാൻ. പിന്നെ മോൾക്ക് പറ്റിയ 2 പേരെ തന്നെയാണ് മോൾക്ക് കൂട്ട് കിട്ടിയിരിക്കുന്നതും. അതൊരു എന്താ പറയുക, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താണോ അതോ നിങ്ങൾക്ക് അങ്ങനെ വന്ന് കിട്ടിയതാണോ? ഞങ്ങളൊക്കെ ഒരു കോളേജിലാണ്. ഒരു കോളേജില്ല, അങ്ങനെ വരട്ടെ. ഏതാണോ കോളേജ്? സെന്റ് ജോസഫ് കോളേജ്, ദേവഗിരി, കോഴിക്കോട്. അങ്ങനെ വരട്ടെ. അപ്പം അതാണ്. അപ്പം എന്താണെന്നറിയോ, നമ്മൾ ആ ഒരു നിങ്ങൾ ഒരുമിച്ച് പാടേണ്ട ഭാഗത്തും ഒക്കെ ഒരു എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. അപ്പോൾ അതൊരു ഭംഗിയുണ്ടാവും. അപ്പം എനിക്കൊന്ന് ഒരു ലീഡർഷിപ്പ് കിട്ടിയിട്ട് അവിടെ ആ പ്രാക്ടീസ് വരുന്നതിൻ്റെ ഒരു ഗുണമാണത്. അത് എല്ലാ ടീമുകാരും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്ന 3 പേരും വരുമ്പോഴുള്ളൊരു ക്ലാഷ് എന്നൊന്നും നമ്മൾ പറയില്ല. അതൊക്കെ ഇവിടെ അറിഞ്ഞ് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് 3 പേരും. അത് പിന്നെ 3 പാട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. ഫസ്റ്റ് ആ കണ്ണാടിക്കയിലും പിന്നെ മാനത്തൊരു പൊൻതാരകം എറിഞ്ഞ് ഇങ്ങോട്ട് എന്താ പറയുക, നമ്മൾ പാടി ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് അനുപല്ലവി അത് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ പാടി കേട്ടോ. അടിച്ചു പൊളിച്ചു. ബാക്കിയൊക്കെ ഇനി വിശദമായിട്ട് തന്നെ പറയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫാദർ സേവേറിയോസ്, എനിക്ക് ഇവരെ കാണുമ്പോണ്ടല്ലോ ഒരു പാട്ടാ ഓർമ്മ വരുന്നത്. ഏത് പാട്ടാ? ചൊല്ലിനാവേറരുതേ കണ്ട് കണ്ണേറരുതേ പിള്ളദോഷം കളയാൻ മോള് പുള്ളോൻ കുടമേയോയ് ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി വെള്ളം കോരിക്കൊളുപ്പിച്ച് കിന്നരിച്ചോമൻ ചെയ്യ എന്റെ മാരിപ്പണം ഇപ്പം രാജപ്പൂവത്തായി പോയടി ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ടേറരുതേ ഇളദോഷം കളയാൻ പുള്ളോൻ കൂടവേ. ശരിക്കും ചൊല്ലി നാവേറാതിരിക്കട്ടെ, കണ്ണേറാതിരിക്കട്ടെ. അത്രയ്ക്കും മൊഞ്ചത്തിമാരാണ്. കോസ്റ്റ്യൂംസും ഇവരെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, ഇവർ സ്റ്റേജിൽ നല്ല പ്ലസൻ്റാണ്. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, എല്ലാം ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന പോലെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഡോൾമ അമ്മായിയല്ല കേട്ടോ, ഡോളി. നല്ല 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 ഭംഗി. ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അത് കളിയും അത് കേട്ടോ, എല്ലാവരും നല്ലത് തന്നെ. പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കൊച്ചൂസിനോടാണല്ലോ എപ്പോഴും നമുക്കെപ്പോഴും ഒരു ഓമനത്വം തോന്നുക. നന്നായിട്ട് ഇവരെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് കളിച്ചു. പിന്നെ പാട്ടുകാരിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. കാരണം അത്രമാത്രം നമ്മുടെ ആളുകൾ ഇതിനെ അനലൈസ് ചെയ്യാൻ മാത്രം പ്രാപ്തരായി. കേരളത്തിലെ റിയാലിറ്റി ഷോകൾ കാരണം കേരളത്തിലെ ജനതയ്ക്ക് തന്നെ ഇപ്പം നല്ല കപ്പാസിറ്റിയാണ് ഓരോന്നും കേട്ടേ. അപ്പോൾ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഉള്ള എൻ്റെ ഒരു റീഡിങ്, ഞാൻ ആദ്യമേ ചിന്തിച്ച ദൈവമേ ഈ പാട്ട് 3 തന്നപ്പോൾ ഇത് 3 പാട്ടാണ്. ഇത് ഇവരെങ്ങനെ പറഞ്ഞു, അത് എങ്ങനെ ഇത് പാടും? കാരണം ഒരു പൊടിക്ക് മാറിപ്പോയാൽ മുഴുവൻ പോവും. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഓർക്കസ്ട്ര ചേട്ടന്മാർ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് അവർ കണക്കിലാക്കി തന്നിട്ടുണ്ടോ? അവർക്കാണ് നിങ്ങൾ ശരിക്കും താങ്ക്സ് പറയണ്ട കേട്ടോ. ഒരു ചിലവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നു
ഇത് പലതും നമ്മൾ വരുമ്പോൾ ഈ സമത്തിൽ വരാത്തതൊക്കെ എനിക്കൊന്ന് അവർ കണക്കാക്കി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അല്ലേ? അത് കേൾക്കുമ്പോൾ അറിയാം. കാരണം ഇത് എന്ത് ചെയ്യും, നിങ്ങളെ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഇരുന്നിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ പാടും. നന്നായിട്ട് ചെയ്തു നിങ്ങൾ കേട്ടോ. അത്രയും റിസ്ക് ഉള്ള 3 രീതിയിലുള്ള പാട്ടുകൾ എടുത്ത് ക്ലബ് ചെയ്ത് നിങ്ങളുടെ അഭിനയവും നൃത്തവും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി മൊത്തത്തിൽ അട്ടിച്ചു പൊളിച്ചു എന്ന് പറയാം. നല്ല ഭംഗിയായിരുന്നു. അത് എന്നും അതങ്ങനെ ഇരിക്കട്ടെ, അതിൽ നിന്ന് മുകളിലോട്ട് പോകട്ടെ. പിന്നെ കളിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ബാക്കി പാട്ടിനെ കുറിച്ചൊക്കെ മാഷ് പറയും. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹബീബ് മാഷേ, എന്താ പറയുക, എക്സലൻറ്റ് പെർഫോമൻസ്. ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. തീർന്നു പോവരുതേ എന്ന് ഞാൻ കൊതിച്ചുപോയി. അതാണ് ഒരു ടീമിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതായത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പൂതി തീരുന്നതിന് മുന്നേ അതങ്ങ് തീർന്നു പോകും. അത്രയും കൊതിപ്പിച്ച് നിർത്തി നിങ്ങളങ്ങ് കളഞ്ഞു. അത്രയും നല്ല മനോഹരമായിരുന്നു. പിന്നെ ഫസ്റ്റിൽ വന്ന ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ എക്സലൻറ്റ്. പിന്നെ അതങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാ വരാൻ പോകുന്നത് ഞാൻ ആലോചിച്ചു. അതിലേറെ വെടിക്കെട്ട് രണ്ടാമത്തത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് എക്സാക്ട്ലി വെരി നൈസ്. പിന്നെ അതിലേക്കൊക്കെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു മണവാട്ടിയുടെ ഗ്രീൻ. നിങ്ങൾ 3 എണ്ണം മാറുമ്പോഴും മണവാട്ടി മാറുന്നില്ലെങ്കിലും അതിലേക്ക് കറക്റ്റ് ഇണങ്ങി നിൽക്കുന്ന കളറുകളായിരുന്നു എല്ലാം. അതാണ് നിങ്ങളുടെ കോസ്റ്റ്യൂമറുടെ നല്ലൊരു സെൻസ്. അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് കമ്പോസ് ചെയ്തതാണെങ്കിൽ ഒന്നൊന്നിനോട് മികവായിരുന്നു. ഓരോ സ്റ്റെപ്പിലും ഒത്തിരി 100 അഴകായിരുന്നു. ഒരുപാട് അഴക്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ മണവാട്ടിയോടൊരു സ്വകാര്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും എനിക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത്, സത്യം. അതായത് ഒരു പ്രതീക്ഷിക്കാതെ വരുമ്പോൾ സ്വകാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണവും അതിൽ വരുന്ന ഒരു എക്സ്പ്രഷനും എസ്പെഷ്യലി അത് പറയാതിരിക്കാൻ വയ്യ. റിയൽ ആയിരുന്നു. ഒരു ഫിലിം ആർട്ടിസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു ഇങ്ങോട്ട് കിട്ടിയത്. അതൊന്ന് കാണിച്ചു തരണമെന്നുണ്ടോ? അതോ മടിയാണെങ്കിൽ വേണ്ട. അതെ, അത് തന്നെ. അത് കളിച്ച് കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി കൂടെ അതിനൊരു തീവ്രത ഉണ്ടായിരുന്നു. ഇപ്പോൾ അൻസിബ പറഞ്ഞപ്പോഴാ നാണം വന്നു. അതിന് ഒരു 100 അഴകായിരുന്നു, പക്ഷേ മറ്റതിന് 1000 അഴകായിരുന്നു. ഒരുപാട് പറഞ്ഞ് ഞാൻ ഇനി നിങ്ങളങ്ങ് കൊമ്പത്ത് കയറ്റി നിർത്തുന്നില്ല. ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്, വാക്കുകളില്ല. താങ്ക് യു. അതുപോലെ പാട്ടുകാർ കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുക, അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എവിടെ ഒരു മിസ്റ്റേക്ക് വന്നില്ല. എസ്പെഷ്യലി നമ്മളെ ഓർക്കസ്ട്ര ടീം അതൊരു ഇങ്ങനെ ഓരോന്നിലേക്ക് മാറുമ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ ഇത് കണക്ട് ചെയ്ത് പോകുന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. വെരി ഗുഡ് ജോബ്. താങ്ക് യു. അപ്പോൾ ഹബീബ് മാഷേ, എന്തായിരിക്കും നമ്മൾ ടീം ജന്നത്തിന് ഗ്രേഡ് നൽകുക? ഷിംല എനിക്ക് ഞാനങ്ങ് തന്നു പറയാനുള്ള അവകാശം. സത്യം അല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മൈലാഞ്ചി മൊഞ്ച് എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിലെ ഏറ്റവും എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടീമാണ് നിങ്ങൾ. പിന്നെ അതിൽ ഷിംല എൻ്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കുട്ടിയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നു. പറഞ്ഞോളൂ, എന്ത് തരണമെന്ന്. പ്ലസ് തന്നാൽ സന്തോഷം. ഓക്കെ, ഞാൻ തന്നിട്ടുണ്ട് A+. താങ്ക് യു സോ മച്ച് ഹബീബ് മാഷേ. ഫാദർ, ടീം ജന്നത്തിന് എന്താണ് ഗ്രേഡ് നൽകുക? ഇവർക്ക് ഇത്രയും ഇവരുടെ നന്മ പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ A+ തന്നെ. A+ രഹ്നത്ത, ഇനിയിപ്പോൾ ഞാനിങ്ങനെ കുറയ്ക്കണേ. A+. അപ്പോൾ ഇനി മാർക്കും കൂടെ ചോദിക്കാം അല്ലേ? ഓവറോൾ പെർഫോമൻസിന് രഹ്നത്ത ടീം ജന്നത്തിന് എത്ര മാർക്കാണ് നൽകുക? 7.5. 7.5. അപ്പം അടുത്ത പ്രാവശ്യം എങ്ങനെയായിരിക്കും പെർഫോമൻസ്? ഇപ്പോൾ കീർത്തന ആദ്യം കയറി പറയണം ഇതിലും ഉഷാറാക്കുന്നു. അപ്പോൾ ഇതിലും ഉഷാറാക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. വസന്തം വെഡിംഗ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ അതർ ലാംഗ്വേജ് റൗണ്ടിൽ ഒപ്പനയുമായി എത്തുന്നു ടീം ഇഷാനി.
नचदे दुनिया सारी ओ तुम मचलक हिलते ने ओ करके फुल तैयारी आरी आरी वे नचदे दुनिया सारी ओ तुम मचलक हिलते ने ओ करके फुल तैयारी आज बार मेरे बचड़ों बच्चे सारे रात है नाइट डिसीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है हाय 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 ओले मेरे नचने की वीडियो स्नैपचैट पे डाल दे मेरे संग तुड़ शुरू होके सारी रात निकाल दे मेरे नचने की वीडियो स्नैपचैट पे डाल दे मेरे संग तुड़ शुरू होके सारी रात निकाल दे ओए मुंडे वाह नची और कुड़िया है नचना ही गाना मेरे सीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है वेडिंग द सीजन है सोनिया डांस द रीजन है हाय 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 सुई वे सुई तंगी पर छट्टी मेरे सांस पड़ेगा पटी सालमा सुई वे हाय सालमा सुई वे सुई तंगी पर गोरे पाएंगे प्यार करे ना तेरी सालमा सुई वे हाय सालमा सुई वे आरी आरी नगदी मारा मारी ओ मिटरान मार गया नु तेरा तुमका अत्याचारी हाथ चक चक नच मेरे यारी यही बंद मेरे रीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है वेडिंग द सीजन है ओ सोनिया डांस द रीजन है वेडिंग द सीजन है सोनिया डांस द रीजन है ഈ നിഷാനി എനിക്ക് ആദ്യം പറയാനുള്ളതാ യമുനനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കണം എന്താണെന്നറിയോ എന്ത് രസമായിട്ടാണെന്നറിയോ പാടിയത് ഭയങ്കര രസമുള്ള വോയിസാണ് കളിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം കുഞ്ഞി പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ കുഴപ്പമില്ല അപ്പം നമുക്ക് ഹബീബ് മാഷിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കട്ടെ ഹബീബ് മാഷ് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ അൻസിബ പറഞ്ഞത് കറക്റ്റാണ്. പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പ്രശ്നമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുക. അത് എന്താ ഇത്രയും ബാക്കിലേക്ക് നിന്നത്? പ്രാക്ടീസ് കമ്മി ഉണ്ടായിരുന്നോ? അതല്ല, അത് ഞങ്ങൾ സംഭവം ഞങ്ങൾക്ക് വേറെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിലൊരു കുട്ടിക്ക് കാലിന് പെയിൻ വന്നിട്ട് ഇന്ന് രാവിലെ ആയിരുന്നു കുട്ടിക്ക് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തട്ടിക്കൂട്ടി പെട്ടെന്ന് മണവാട്ടിയെ റെഡിയാക്കി. ഓക്കെ, ആ മണവാട്ടിനെ വേറിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയാൾക്ക് ഒരു റോളും ഇല്ല, വെറുതെ അങ്ങനെ നിന്ന് ചിരിച്ച് നിന്നു. പിന്നെ അതർ ലാംഗ്വേജ്, ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ സിംഗിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില നോർത്ത് ഇന്ത്യൻ സോങ്, എസ്പെഷ്യലി നമ്മളെ ഹിന്ദി ഫിലിം സോങ്ങിൽ ചില ഭയങ്കര മെലഡി വോയിസ് ഉള്ള പാട്ടുകൾക്ക് ഒരു ബാസ് വോയിസിൻ്റെ ചില ഒരു സ്റ്റാർട്ടിങ് ഒരു വിരുത്തം പാടാറുണ്ട് ചില പാട്ടുകളിൽ. ആ വിരുത്തത്തിന് ഇത്തരം ടോണുള്ള ഒരു വോയിസാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോൾക്ക് ഒരുപാട് സ്റ്റേജുകളിൽ ഈ പാട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടുന്നു എനിക്ക് തോന്നുന്നു. അത്രയും ഈ ഒരു പാട്ടിൽ എങ്ങനെ എന്ത് കൊണ്ടുവരാൻ പറ്റുന്നോ അത്രയും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അതിനി കൃത്യമായിട്ട് പറയും. കളിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കളി എനിക്ക് അത്ര ഒരു
ഭയങ്കര ഒരു ഹാപ്പി അല്ല ഞാൻ ആ കാര്യത്തിൽ. പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട്, ഒരു കാശ്മീരി ലുക്കിലുള്ളൊരു സ്റ്റൈലുണ്ട്. പക്ഷെ അതിന് മണവാട്ടിയുടെ ഡ്രസ്സും തന്നെ അതേ കളറിൽ ചെറിയൊരു പാറ്റേൺ ചേഞ്ച് മാത്രം, മൊത്തം ഡിഫറെൻറ്റ് കളറായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒതിച്ച് കാണാമായിരുന്നു. ഡോണ്ട് വെറി, ബി ഹാപ്പി. താങ്ക് യു. ഫാദർ? എന്താണ് പളപളം മിന്നുകയാണ് ടീം ഇഷാൻ. ഈ മാഷ് പറഞ്ഞതുപോലെ ആദ്യം കളിക്കാരുടെ കാര്യം പറയട്ടെ. അത് ശരിക്കും ആദ്യോടന്തം അവർക്കിടയിൽ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ മണവാട്ടി എന്താ പറയുന്നത്, ചിലപ്പോൾ ഈ നാണം കുടുങ്ങി നിൽക്കുകയായിരിക്കും. പക്ഷേ ആ പാട്ട് നാണം കുടുങ്ങാൻ പറ്റിയ പാട്ടല്ല, ഇവരുടെ കൂടെ തന്നെ ശരിക്കും എൻജോയ് ചെയ്ത് കളിക്കേണ്ടതാണ്. ഇപ്പോൾ അവരതിൻ്റെ റീസൺ പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില പെർഫോമൻസിലൊക്കെ നമുക്ക് അങ്ങനെ വരും. അത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ എന്താ പറയുന്നത്, നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിക്കുക, നല്ല ആരോഗ്യമൊക്കെ കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. എസ്പെഷ്യലി നമ്മുടെ ഈ ഷോസിൻ്റെ ദിവസങ്ങളിലൊക്കെ ദൈവം ആരോഗ്യം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു അച്ഛൻ എന്നുള്ള നില ഞാൻ അതല്ലേ പറയേണ്ടത് ആദ്യം. എനിക്ക് തോന്നുന്നു കോറസ് പാടുമ്പോൾ നിങ്ങൾക്കൊരു കോമ്പിനേഷൻ ഉണ്ടാവണം കേട്ടോ. കുറച്ച് വീക്കായി പോയ പോലെ എനിക്ക് തോന്നി. 2 പേര് പാടുന്ന ഒരാൾ പാടാതെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. കാരണം നമുക്ക് ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത് ഈ എനർജി ഫുൾ നിങ്ങൾ കൊടുക്കുന്ന ഈ പാട്ട് കളിക്കാർക്ക് കൊടുക്കുന്ന എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഭാവിയിൽ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിരുന്നു. പിന്നെ ഈ കളിയുടെ പ്രശ്നം നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. നിങ്ങളെല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിലും നമ്മുടെ ടീമിൽ ഒരാൾ റെഗുലർ ഉള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ക്ലാഷ് ഉണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ഫേസിൽ അത് നമുക്കറിയാം. എനിവേ എല്ലാം നന്നായിരിക്കട്ടെ, ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രഹ്നത്ത? ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പാട്ട് തന്നെയാണ്. യമുനയുടെ ആ ടോണിൽ എനിക്ക് തോന്നുന്നു ചില വോയിസില്ലേ നമ്മൾ പറയില്ലേ സ്ക്രാച്ച് കൂടെ ചേർന്നൊരു സുഖമുള്ളൊരു ടോൺ ഉണ്ടാവും. മിക്ക ഹിന്ദി സോങ്സിൻ്റെ വിരുത്തം പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മെയിൽ ഫീമെയിൽ കൂടിയ ഒരു ടോണ്. അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയൂലേ എടുത്ത് പാടുമ്പോണ്ടല്ലോ ഭയങ്കര സുഖമായിരിക്കും യമുന ആ വോയിസിൽ. അപ്പം അങ്ങനെയൊക്കെ കിട്ടിയിട്ട് വരട്ടെ, ആ ടോണിലൂടെയൊക്കെ പാട്ടുകളൊക്കെ വരട്ടെ കേട്ടോ യമുന. ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ മക്കള്, എനിക്ക് ആ കുഞ്ഞ് അതിൻ്റെ മുഖം നോക്കി മോളുടെ ഒരു ടോൺ വരുന്നൊരു സ്ഥലമുണ്ടല്ലോ, ചെറിയ കുട്ടി അങ്ങനെ ഒരു കൗതുകമൊക്കെ നമ്മൾ തോന്നുന്ന ഒരു ടോൺ വരുന്നുണ്ട് മോള് പാടുമ്പോഴേ. പിന്നെ 3 പേര് പാടിയപ്പോഴുള്ളൊരു കുഞ്ഞു പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് നമുക്ക് കുറച്ചും കൂടെ തോന്നിച്ചത് ആ ചേഞ്ച് താളം. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് മാനേജ് ചെയ്ത് പോയി കേട്ടോ. എന്തായാലും ശ്രദ്ധിക്കുക, കാരണം കൂടെ നമ്മളെ മാർക്സ് ഞാനത് എപ്പോഴും ഇങ്ങനെ ഒരു ടെൻഷനാക്കാൻ വേണ്ടി പറയല്ല, നമുക്ക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാർക്സ് കൂടെ വരുന്നുണ്ട്. അപ്പം അത് 2 ഭാഗത്തുനിന്നും ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രഹ്നത്ത. ഗ്രേഡ് ചോദിച്ചോട്ടെ? ഹബീബ് മാഷേ, എന്തായിരിക്കും ഇവർക്ക് നൽകാൻ പോകുന്ന ഗ്രേഡ്? വിഷമം തോന്നണ്ട, എ ഗ്രേഡ്. എ ഗ്രേഡ്. ഫാദർ? ഞാൻ A+ കൊടുക്കുകയാണ്. പക്ഷേ A+ൽ മാർക്ക് അതിൻ്റെ ലോ ആയിരിക്കും കേട്ടോ മക്കളെ. ഗ്രേഡ് A+ തരികയാണ്, പക്ഷെ മാർക്ക് ഇടുമ്പോൾ പിടിച്ചേ ഇടുകയുള്ളൂ. കാരണം അതറിയാമല്ലോ നമുക്ക്, കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ അനലൈസ് ചെയ്യും. നമ്മളെ മത്സരങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ പറയില്ലേ, അത് ടീം സ്പിരിറ്റിൽ എടുത്താൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രഹ്നത്ത? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാട്ട് തന്നെയാണ്, പാട്ടിനെ മുൻനിർത്തിയിട്ട് തന്നെയാണ് ഞാൻ തരുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ A+ൽ നിങ്ങളെല്ലാവരും ടീം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. A+ എന്ന് പറയുമ്പോൾ നമുക്ക് A+ ഹൈ ആണ് എന്നുള്ളത് വിചാരിക്കേണ്ട. A+ൽ നിങ്ങളുടെ മാർക്സ് ഉണ്ട്, അത് ലോ ആവാം ഹൈ വരാം. നിങ്ങൾ ഓരോ പെർഫോമൻസ് അനുസരിച്ച് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ അതന്നെ സംഭവിച്ചത്. A+ രഹ്നത്ത തരുന്നു, പക്ഷേ അത് ലോ ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അത് ശ്രദ്ധിച്ച് അടുത്ത തവണ നന്നായിട്ട് പെർഫോമൻസ് ആയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ A+ തരുന്നു. താങ്ക് യു. എന്തായാലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കാം. രഹ്നത്ത, ഓവറോൾ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 എത്രയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്? ഇവരാകെ ഒരു വിഷമമായിട്ടല്ലേ നിൽക്കുന്നല്ലേ അച്ചോ? ഞാനത് പറയാൻ വരികയായിരുന്നേ. ഈ എല്ലാവരും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചിരിച്ചു നിൽപ്പുണ്ടെങ്കിലും പ്രത്യേകിച്ച് എനിക്കൊന്നും മണവാട്ടി അല്ലേ അനുസരിച്ച് നിൽക്കുമ്പോൾ ആ എനർജി ഫീൽ ചെയ്യുന്നില്ലേ? ഒരു എനർജി ഇല്ലേ? ഒരു വിഷമത്തിന്റെ. ഞാൻ നാണം കെടൂല, ഞാൻ അടുത്ത് നിന്നിട്ട് എനർജി ഫീൽ ചെയ്യും. എനർജി ഫീൽ ചെയ്തു. നല്ലൊരു പാട്ട് എനിക്കൊന്ന് ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് ഏതെങ്കിലും നല്ല
ഏതൊരു ഗസൽ പാടിയ അച്ഛൻ ഇവിടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് മാപ്പിളപ്പാട്ട് പാടി തന്നില്ലേ? ഒരു ഫിലിം സോങ് പാടിയോ അച്ഛൻ? ഒരു ഫിലിം സോങ് ഇല്ലേ, ആവാല്ലേ? ഇല്ലേ, പാടിയിട്ടില്ല. മുമ്പേ ഓലത്തുമ്പത്ത് അത് ഞാനും കൂടെ കൂടിയില്ലേ? ആ അങ്ങനെ പറഞ്ഞാലേ ഇഷ്ടം. കല്ലായി കടവത്തെ പാടിയത് ഒരു ഗസലും കൂടെ അല്ലേ? മക്കള് ഇവരെ വരെ സന്തോഷിപ്പിക്കാനായിട്ടോ അവത് അവര് പറഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരും ഭയങ്കര സന്തോഷത്തിലല്ലേ? കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൽ ചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. Thank ഒരു പോസിറ്റീവ് എനർജി ആയില്ലേ? പിന്നെ വിഷമമൊക്കെ മാറിയോ? മണവാട്ടി മണിമാരൻ വരുമെന്ന് ചൊല്ലിയിട്ടും വന്നില്ല, വരും അല്ലേ? ഉടനെ കണ്ടോ നാണം വന്നത് കണ്ടോ, സന്തോഷം വന്നത് കണ്ടോ? അപ്പൊ നമ്മുടെ മണവാട്ടി അടുത്ത പ്രാവശ്യം കിടിലം പെർഫോമൻസ് ആയിട്ട് വരും അല്ലേ? ടീമായിട്ട് വരും. അപ്പൊ മാർക്ക് അറിയണ്ടേ രഹനത്ത? എന്താണ് ഓവറോൾ പെർഫോമൻസിന് ഇവർക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക്? ഒരു പാട്ടും തന്നു, 6 മാർക്കും തന്നു. പാട്ട് +6 ഔട്ട് ഓഫ് 10. സന്തോഷായില്ലേ? അടുത്ത പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും വരും. എങ്ങനെ അടിപൊളി പെർഫോമൻസും ആയിട്ട്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ കോമഡി ഒപ്പനയുമായി എത്തുന്നു ടീം മൊഹബത്ത്. കേളെ പാത്തുമ്മ താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിട വന്നേ. തെക്കേളെ പാത്തുമ്മ താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിട വന്നേ. കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടിൽ വന്നേ. തെക്കേലെ പാത്തുമ്മ താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിള വന്നേ. കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടിൽ വന്നേ. താത്താന്റെ പുന്നാര പൂമോളെ കണ്ടവൻ നേരെ പിടിച്ചേ. പാത്തുമ്മ താത്താന്റെ പുന്നാര പൂമോളെ കണ്ടവൻ നേരെ പിടിച്ചേ. പണവും എനിക്ക് വേണ്ട, പണ്ടം പറഞ്ഞിടേണ്ട, കെട്ടുവാനെന്ന് ഉറച്ചേ. തെക്കേലെ പാത്തുമ്മ താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിള വന്നേ. കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടിൽ വന്നേ. അന്നേരം തൊട്ടിട്ട് പൊന്നായ വീ കുട്ടിക്കെല്ലാവരോടും പിണക്കം.
അന്നേരം തൊട്ടിട്ട് പൊന്നായ കുട്ടിക്കെല്ലാവരോടും പിണക്കം. ആരോടും മിണ്ടൂല, കളിയില്ല, ചിരിയില്ല, അവൾക്കില്ല ഊണമുറക്കം. കല്യാണ വീട്ടിൽ നിന്നേരം ഉയരുന്നു വല്ലാത്തൊരു ബഹളങ്ങൾ. കല്യാണ പെണ്ണിനെ കാണാതെ പാത്തുമ്മ താത്താന്റെ നെഞ്ചത്തടികൾ. തെക്കേലെ പാത്തുമ്മ താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിള വന്നേ. കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടിൽ വന്നേ. ആറ്റിലും തോട്ടിൽ കിണറ്റിൽ കുളത്തിലും പെണ്ണിനെ ആള് തിരഞ്ഞേ. ആറ്റിലും തോട്ടിൽ കിണറ്റിൽ കുളത്തിലും പെണ്ണിന്റെ ആള് തിരഞ്ഞേ. അങ്ങേലെ വീരാനോടൊപ്പം അവൾ നാട് വിട്ടെന്ന കാര്യമറിഞ്ഞേ. തെക്കേലെ പാത്തുമ്മ താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിള വന്നേ. കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടിൽ വന്നേ. കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടിൽ വന്നേ. ടീം മൊഹബത്ത്, നിങ്ങളോട് മൊഹബത്ത് തോന്നും കേട്ടോ. ഇവിടെ വന്നേ, ഇങ്ങോട്ട് വന്നേ. കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞു കുട്ടിയാന്ന് തോന്നുന്നു. എത്രാം ക്ലാസ്സിലെ? ഞെട്ടിക്കരുത് വലിയ ക്ലാസ് ഒന്നും പറഞ്ഞിട്ട്. 10ലേക്ക്. ആ 10-ലെത്തിയിട്ടുള്ളൂ. അതാ ഞാൻ അത്ര തന്നെ ഉദ്ദേശിച്ചുള്ളൂ. 10ലേക്ക് ആവുന്നുള്ളൂ അല്ലേ? 9ാം ക്ലാസ്. കണ്ടോ, നമ്മളെ മൊഹബത്തിലെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം കളിക്കാൻ പറ്റിയോ? പല്ലിൽ എന്ത് പറ്റി? മോഡലാ. എന്താണ്? മോഡലാണ്. പേരെന്താ? റഷീദ്. ആ, റഷീദിന്റെ മോഡലാണ്. ഇതൊന്നും ചിരിച്ചു കാണിച്ചു കൊടുത്ത എല്ലാരും ഒന്ന് കണ്ടോട്ടെ. അച്ചോടാ. രഹനത്ത, നമ്മുടെ ടീം മൊഹബത്തിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞി പെർഫോമർ. എനിക്ക് തോന്നുന്നു മോനെ ആ പല്ലിന്റെ ഇതുകൊണ്ട് അങ്ങ് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അത് കരി തേച്ചതാ. കൺമശിയോ? കൺമശി എടുത്തിട്ട് തേച്ച് വെച്ചിരിക്കുക. അതോ നാണാണോ? നാണോ? ചെറിയൊരു നാണുണ്ട് അല്ലേ? എന്തായാലും മൊഹബത്ത് അല്ലേ, ഒരു മൊഹബത്ത് തോന്നിയില്ലേ ഇവരോട്? എനിക്ക് അങ്ങനെ തോന്നി. അത്രയ്ക്ക് നല്ല എന്താ പറയുക, കിഡിലൻ തന്നെയായിരുന്നു നിങ്ങളുടെ ആ ഒരു കോമഡിയിൽ. ഒരു നമ്മുടെ ആ പാട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മണവാൾ ഇങ്ങനെ അബുദാബിയിൽ നിന്ന് വന്നിട്ട് മണവാളിന് എന്തൊരു പോസിലാണ് വന്നത്, ബെൽറ്റും ഗ്ലാസ്സും. ആ ടൈം ഈ കോട്ടയം കുഞ്ഞച്ചേരിൽ മമ്മൂക്ക പറയല്ലോ, പരിഷ്കാരി. ആ ടൈം ഒന്ന് കെട്ടി അത് നോക്കാം. അതെന്താ പകുതി അങ്ങനെ വെക്കണേ? അതങ്ങനെ ഒരു ഫാഷൻ. പരിഷ്കാരം. ആഹാ, കൊള്ളാട്ടോ അത്. എന്തായാലും അടിപൊളിയായിരുന്നു. ആ എന്താ പറയുക, ആ ചെയറൊക്കെ കൊണ്ട് മാറ്റിയിട്ടേ ഒരു വീഴ്ചയൊക്കെ വീണ് എന്നിട്ട് കാലിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നല്ലോ. ആ സ്പീഡിൽ അച്ഛൻ പറയും അതിൻ്റെ ഒരു വേർഡ് ഇവിടെ. നല്ല കോമഡി, അത് അച്ഛൻ തന്നെ പറയും കേട്ടോ. അപ്പോൾ പിന്നെ പാട്ടാണെങ്കിൽ ഉഗ്രനായിരുന്നു കേട്ടോ. നമ്മളെ പാട്ടുകാരൻ, കൊണ്ടോട്ടിക്കാരൻ അല്ലേ? തുടച്ചോ? അതിന്റെ ഇടയിൽ തുടച്ചോ? അതുകൊണ്ടാ ചിരിക്കാത്ത. ഞാൻ പറഞ്ഞത് നന്നായിട്ട് പാടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ. ഇല്ല, സിംഗേഴ്സ് കരി തേച്ചിട്ടില്ല. ഇല്ലല്ലോ, തേച്ചിട്ടില്ല. തേക്കൂലല്ലോന്നോ? ഞാനെന്താ എന്നോട് തേക്കാൻ പറഞ്ഞ മതിയാ? ഞാൻ അതേപോലെ സംസാരിക്കും ഞാൻ. മലപ്പുറം അവനെടുത്തേ ആ പോക്കിരിക്ക് എന്താ വർത്താനം പറഞ്ഞ? തേക്കൂലല്ലോന്നോ? എന്താ പറഞ്ഞേ? തേക്കും. അത് രണ്ടും നീ പറയൂല കേട്ടോ. എന്താ പേരെന്താ? മുനവർ. എന്തായിരുന്നു ഒരു സീരിയസ് മുനവറിന്? അത്രക്കും റിസ്ക് എടുത്ത് പാട്ട് പഠിച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചാണ് ഉഷാറായിട്ട്. അതിന് ഞാനൊന്ന് പാട്ടിന്റെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിരുന്നോ?
ഞാൻ ആദ്യമായിട്ടോ കാണുന്ന മുന്നവറെ ഇങ്ങനെ ഒരു കുട്ടി പാട്ട് പറയണതിന് മുമ്പ് തന്നെ ആ ഒരു ദേഷ്യം വെച്ചിട്ട് ഇങ്ങനെ മുന്നവറെ കൊണ്ടോട്ടിയല്ലേ, കൊണ്ടോട്ടി നിലമ്പൂരൊക്കെ അടുത്തടുത്ത് തന്നെയല്ലേ അല്ലേ? ആ അപ്പൊ നമുക്ക് അത്ര സീരിയസ് വേണ്ട, പിന്നെ മലപ്പുറമാണ് അല്ലേ? അതെന്താന്നറിയോ, മുന്നോടിയായിട്ട് രേനത്ത മൈക്കിൻ്റെ അടുത്ത് പാട്ടിനെ പറ്റി എന്തെങ്കിലും പറയാൻ പോവാണോ കണ്ടോ? അതിന് മുമ്പ് ഞാനൊരു ദേഷ്യം പിടിച്ച കാര്യം കഴിഞ്ഞില്ലേ, പിന്നെ ഇക്കാൻ മുനവറിന് പേടി. കൊള്ളാം, തമാശ പറഞ്ഞതാ, പക്ഷെ ഉഗ്രനായിട്ട് പാടി കേട്ടോ. ഞാൻ വെറുതെ ഒരു തമാശക്ക് ഇങ്ങനെ സംസാരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനത്തെ പാവല്ലേ അല്ലേ? എമ്മാരി, അതെ എമ്മാരി ഇത്. എന്തായാലും കൊള്ളാം, മാർക്ക് വേണ്ടേ? മാർക്കെൻ്റെ കയ്യിലായിരിക്കണേ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മളെന്താ പറയുക, തേച്ച് മാച്ചലാന്ന് പറയില്ലേ. അപ്പം നന്നായിട്ട് തന്നെ പാടി, നിങ്ങൾ മൊത്തം തന്നെ അടിച്ചു പൊളിച്ചു കേട്ടോ. താങ്ക് യു ഫാദർ. എന്നാ പറയാനാ, അടിപൊളി. എല്ലാവരും തകർത്ത്. ശരിക്കും എനിക്ക് ഈ മണവാളൻ്റെ ഇപ്പുറേ നിൽക്കുന്ന ആളുടെ പേര് അസ്ലം ശരിക്കും കേട്ടോ, ഞാൻ അസ്ലമിനെ എപ്പോഴും നോക്കാറുണ്ട്. അസ്ലം കളിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട്, അസ്ലം തന്നെയല്ല എല്ലാവരും, പക്ഷേ അസ്ലമിനെയൊക്കെ നമ്മൾ എടുത്തേ ഈ തലയൊക്കെ ഇങ്ങനെ ആട്ടുന്നത്, കിടന്നിട്ട് അസ്ലം ഈ തലയൊക്കെ ആട്ടുന്നതൊക്കെ ഭയങ്കര രസമാണ്. അതായത് അല്ലെങ്കിൽ കളി നല്ല ഇൻവോൾവ് ആയിട്ടാണ് ഇവർ കളിക്കുന്നത്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ അതിനേക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട്, അതാണ് രഹനത്ത കോമഡി എന്ന് പറഞ്ഞേ, ഈ മറിഞ്ഞു വീണിട്ടേ എണ്ണീറ്റ് കാലിങ്ങനെ, ഒരിക്കലും ഈ അങ്ങനെ ഒരു വൈകല്യമുള്ളവർ ഇതൊരു കളിയായിട്ട് എടുക്കരുത്, തമാശയായിട്ട് തന്നെ കേട്ടോ. അവരെ കളിയാക്കുകയല്ല ഞാൻ. ചെല്ലുമ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വരുന്ന പോലെ ആ താളം അത് പറഞ്ഞിട്ട് ഇവിടെ രവനാത്ത പൊട്ടിച്ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. ആ മുമ്പോട്ട് വരുമല്ലോ, ചെല്ലുമ്പം ചെല്ലട്ടെ, ഒന്ന് നടന്ന് കാണിക്കാവോ? ഞാൻ പറയാം, വന്നോ ഞാൻ കൂടിക്കോളാം, ഒന്ന് നടക്കാവോ? ഓ പൊളിച്ച്. പരിഷ്കാരി. ചെല്ലുമ്പം ചെല്ലട്ടെ കണ്ടോ, ചെല്ലുമ്പം ചെല്ലട്ടെ. ഞാനത് അത് ഇവിടെ ഇരുന്ന് പറഞ്ഞേ, ഞാൻ ആ കളിച്ചോണ്ടിരുന്നപ്പോഴേ, അപ്പോൾ എനിക്കിതെല്ലാം കൊണ്ടും നമുക്കൊരു രസമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നത് പറഞ്ഞ് ചിരിയോട് ചിരിയായിരുന്നു. ഒരിക്കലും ഞാനത് കേട്ടോ, ഇതൊരിക്കലും അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ച് കാണുന്നതല്ല, തമാശ പറഞ്ഞാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ഒത്തിരി നന്മ ദൈവം തന്നതിൽ നമുക്ക് ദൈവം മുമ്പാകെ നന്ദിയുള്ളവരായി തന്നെ ജീവിക്കാം. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹബീബ് മാഷേ. ടീം മുഹബത്ത്, ഷാമിൽ എന്ത് പറയണേ? നല്ലോണം കളിച്ചിക്കണ്. ഒന്നും കൂടെ പറയും. നല്ലോണം കളിച്ചിക്കണെന്ന് അതിന് പറ്റിയൊരു സംസാരത്തിന് സ്യൂട്ടാണ് ഇപ്പോൾ അല്ലേ? കളിച്ചിക്കണ്. ഓക്കെ, അല്ല ഞാനും അത് തന്നെയാണ് സമ്മതിക്കണേ, കളിച്ചിട്ടുണ്ട്. റെഡി. പിന്നെ ആ ചെയറിൽ നിന്ന് അങ്ങ് തെന്നി മാറിയിട്ട് ഏതായാലും ചെയറിലേക്ക് സ്യൂട്ടായിട്ടുള്ള ഇരുന്നത് എന്നുള്ളത് കൃത്യമാണ്. ആ ഒരു കോമഡിയൊക്കെ കൃത്യമായിട്ടും കൂടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തൊപ്പി വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി വീഴുമെന്നുള്ള പേടിയൊന്നും ഇല്ലാതെ തന്നെ, ആ ഒരു നിസ്സംഗത ഇല്ലാതെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ ഒത്തിരി കാര്യങ്ങൾ രഹന പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അതൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഒരു കോമഡി ഒപ്പന അതിഗംഭീരമായിട്ട് വെടിക്കെട്ടോട് കൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മണവാളിനെ പറയാതിരിക്കാൻ വയ്യ, ഇടയ്ക്കിടയ്ക്ക് ആ പാൻറ്റൊക്കെ ഒന്ന് കയറ്റി മുന്നോട്ട് വരലും. പിന്നെ അതേപോലെ മണവാളിനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ നടന്ന ഒരു സംഭവം ഉണ്ടായി. എന്നെയൊക്കെ ചൂണ്ടി കാണിച്ചു. എന്താ പറഞ്ഞു കൊടുത്തത് നമ്മളെക്കുറിച്ച്? എന്തോ പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരൊന്നും അല്ല, എന്നെ തന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്ത്. ചങ്കിന്റെ ഇടുപ്പാണ്. അങ്ങനെ പോക്കറ്റിലാക്കണ്ട കേട്ടോ കൂട്ടാ. ചങ്കാണ്, ചങ്കിൽ ഇടുപ്പാണ്. മാർക്കോടെ നമ്മൾ ഏതായാലും ഒരു എണ്ണം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അങ്ങോട്ട് ഒരു ഇഞ്ച് അങ്ങോട്ട് മാറ്റൂല. ഞാൻ പറഞ്ഞു, നല്ല ആ കോമഡിയുടെ മൊത്തം ഫുൾ ഒരു പാക്കേജ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗ്രേഡ് ചോദിക്കട്ടെ, രഹ്നത്ത ഇതാ പിടിച്ചോ A+. ഫാദർ, ടീം മൊഹബത്തിന് എന്ത് ഗ്രേഡാണ് നൽകിയിരിക്കുന്നത്? എന്ത് പറയാൻ, ഇത്രയും അടിച്ചു പൊളിച്ച് ചെയ്ത ടീംസിന് നമ്മൾ നല്ല ഗ്രേഡ് കൊടുത്തില്ലെങ്കിൽ കാണുന്നവർ നമ്മളൊക്കെ ഗ്രേഡ് ഇടും. അതുകൊണ്ടല്ല, അവരുടെ പെർഫോമൻസിന് A+. ഹബീബ് മാഷേ. ഗ്രേഡ് രഹന A+ കൊടുത്തു. അതുപോലെ തന്നെ അച്ഛൻ കണ്ടറിഞ്ഞ് വേറൊരു A+ കൊടുത്തു. അവരെ A+ കൊടുത്തതുകൊണ്ടല്ല, ഞാൻ തന്നിരിക്കുന്നു A+. അഗെയിൻ. അപ്പോൾ എന്തായാലും നല്ല ഗ്രേഡാണ്. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. രഹ്നത്ത,
7.5. 7.5 out of 10. നല്ല ഗ്രേഡും നല്ല മാർക്കുമാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇത് കീപ്പ് ചെയ്യുക, ഇതിന്റെ മേലെ പോകാൻ പാടുള്ളൂ, താഴെ ഒരിക്കലും പോകരുത്. നന്നായി പെർഫോം ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്. അപ്പം നമ്മുടെ ഇന്നത്തെ 3 റൗണ്ട്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് അവർക്ക് നമ്മുടെ പ്രിയപ്പെട്ട രഹ്നത്തിൻ്റെ കൂടെ ഡ്യൂവറ്റ് പാടണമെന്ന് ഒരാഗ്രഹമുണ്ട്. സാധിച്ചു കൊടുക്കോ? പിന്നെ പാടാലോ. അത് മാത്രമല്ല, ഫാദറും ജോയിൻ ചെയ്ത ഒരു ഇരട്ടി മധുരം ആയിരിക്കും ഞങ്ങൾക്ക്. എൻ്റെ പൊന്നെ, ഇത്രയും അടിപൊളി പാട്ടുകാരിയാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല അച്ചോ. ഞാൻ വരണോ? ഇല്ല, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും അവിടെ വരുന്നുണ്ട്. അപ്പം അച്ഛനും അപ്പൊ വേണ്ട, അച്ഛൻകുട്ടിയും വരണമെന്നാണ്. അച്ഛൻകുട്ടി വരണം. എല്ലാ കുട്ടികളും വരുന്നുണ്ട്. എല്ലാ കുട്ടികളും വേണം. അപ്പൊ രഹനത്ത, ഫാദർ വളരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാണിക്യ മലരായ പൂവി മഹദിയാ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു. മാഞ്ഞനപോ ത്വാലിവിന്റെ അരികിലയച്ചു.